മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരെ തല്ലിയത് ശരിയായ നടപടിയാണോ എന്ന ചർച്ച ഇപ്പോൾ സജീവമാണ്. ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് വിഐപികളുടെ സുരക്ഷ ഒരുക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബ്ലൂ ബുക്കിൽ പറയുന്നതെന്ന് നോക്കാം. പ്രധാനമന്ത്രി അടക്കമുള്ള അതീവ സുരക്ഷ ആവശ്യമുള്ളവർക്ക് സുരക്ഷ എങ്ങനെയാവണമെന്നത് വിശദീകരിക്കുന്നത് ബ്ലൂ ബുക്കിലാണ്. ഈ ബ്ലൂ ബുക്കിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആകാശമാർഗവും റോഡ് മാർഗവും റെയിൽ മാർഗവും സഞ്ചരിക്കുമ്പോഴും പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും എങ്ങനെ സുരക്ഷയൊരുക്കണമെന്നത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ സഞ്ചാരഗതി തടസ്സപ്പെടുത്തുന്നത് പോലും നിയമവിരുദ്ധമാണ്. ജനക്കൂട്ടത്തെ കൃത്യമായ അകലത്തിൽ നിർത്തണം. റോഡ് മാർഗം സഞ്ചരിക്കുമ്പോൾ പാതകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കണം. അതിനായി സാധ്യമായ ക്രമീകരണങ്ങളും പ്രതിരോധ നടപടികളും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സ്വീകരിക്കാവുന്നതാണ്. അനാവശ്യമായി മാർഗതടസ്സമുണ്ടാക്കിയാൽ നിയമാനുസൃതം മതിയായ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുക എന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കർത്തവ്യമാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ലാത്തികൊണ്ട് മാരകമായി തല്ലിയത് ന്യായമെന്നാണ് വിശദീകരിക്കുന്നത്. എന്നാൽ വിഐപിയുടെ വാഹനം എവിടെയെങ്കിലും നിർത്തേണ്ട സാഹചര്യമുണ്ടായാൽ സുരക്ഷയൊരുക്കേണ്ടത് ആ പ്രദേശത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് ബ്ലൂ ബുക്ക് പറയുന്നത്. പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞ് കൃത്യമായി മാറ്റുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ചുരുക്കത്തിൽ ബ്ലൂ ബുക്കിൽ പറഞ്ഞതിൽ വിപരീതമായ നടപടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ടായ ലാത്തി പ്രയോഗം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.